DFO ഓഫീസ് അതിക്രമ കേസിൽ PV അൻവറിന് ആശ്വാസം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. രേഖകൾ ഹാജരാക്കാൻ വൈകിയതിനാൽ അൻവറിന്റെ മോചനം നാളെയേ ഉണ്ടാവുകയുള്ളൂ. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. 1.5 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം വേണം. പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപ കെട്ടിവെക്കണം എന്നിവയാണ് ഉപാധികൾ. അതിനിടെ DMK നേതാവ് EA സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മുഹമ്മദ് ഷഹീദും അരുൺ അമൃതനാഥും CK വിജയനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം CK വിജയനിലേക്കാണ്. CK, വളരെ തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കോടതി ഉപാധികളോടെയാണെങ്കിലും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇന്ന് പുറത്തിറങ്ങില്ല. തീർച്ചയായും അതെ. പക്ഷേ സമയം വൈകുന്തോറും അദ്ദേഹത്തെ ഇന്ന് മോചിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തെ റിലീസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഈ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തേണ്ടതുണ്ട്. ആ ഉത്തരവ് യഥാർത്ഥത്തിൽ ഇമെയിൽ വഴി ലഭിച്ചാൽ മതിയാകും. പക്ഷേ അതിനോട് ഒപ്പം സമർപ്പിക്കേണ്ട 2 പ്രധാനപ്പെട്ട രേഖകളുണ്ട്. ഒന്ന് ആൾജാമ്യം എന്നാണ്, അതിൻ്റെ ബോണ്ട് സമർപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത് 35,000 രൂപ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. ആ ഫൈൻ അടച്ചതിൻ്റെ രശീതിയും ഇവിടെ ഹാജരാക്കണം. ഇത് രണ്ടും 7:30 മുൻപ് ഈ ജയിലിൽ ഹാജരാക്കിയാൽ മാത്രമേ ഇന്ന് PV അൻവറിൻ്റെ മോചനം സാധ്യമാവുകയുള്ളൂ. പ്രായോഗികമായി അത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇവിടെ എത്തിക്കാനുള്ള കഠിന ശ്രമം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ വിധി വന്നപ്പോൾ തന്നെ അതിൻ്റെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ജയിലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം ഇവരുടെ പ്രവർത്തകരുടെ പക്ഷത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും 7:30 മുൻപ് ഇവിടെ എത്തിക്കണം. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ യാത്ര ചെയ്യാനുള്ള സമയം കൂടി കണക്കാക്കുമ്പോഴാണ് ഇന്ന് ഇതിവിടെ 7:30 മുൻപ് സമർപ്പിക്കാൻ കഴിയുമോ എന്നൊരു സംശയം ബലപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ മാത്രമേ അൻവറിനെ ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയുള്ളൂ എന്നതാണ് ജയിൽ അധികൃതരും മറ്റും പറയുന്നത്. 7:30 മുൻപ് ഈ രേഖകൾ എത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അത്ര ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു അവിടെ നിന്നും ഷഹീദിനോട് എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ ആര്യ? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ആ സംഘം പുറപ്പെട്ടിട്ടുണ്ടോ, ഈ ഉത്തരവുമായി പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അന്വേഷിക്കാം. ഷഹീദ് കേൾക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. എന്തായാലും മുഹമ്മദ് ഷഹീദ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ഷഹീദ്, അവിടെ നിന്ന് ഇപ്പം CK പറയുന്നത് 7:30-ക്കുള്ളിൽ അവിടേക്ക് എത്തണം. അത് നമുക്ക് ഈ സമയവും ദൂരവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അവിടെ നിന്ന് പുറപ്പെട്ടോ? ആര്യ, ആ കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കോടതി പരിസരത്ത് നിന്ന് നിലമ്പൂർ സ്റ്റേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന സുഗുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ പുറപ്പെടുന്നതിന് വരെ അവിടെ നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ നിന്നും പോയിട്ടില്ല, ഉത്തരവ് പോയിട്ടില്ല എന്നാണ് അതിന് നടപടിക്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിലധികമായി, ഒരു മണിക്കൂറിൽ അടുത്താകുന്നു. അപ്പം ഏകദേശം എത്ര സമയം എടുക്കും CK നിൽക്കുന്ന ഈ തവനൂർ ജയിലിലേക്ക് എത്താൻ? 1.5 മുതൽ 2 മണിക്കൂർ വരെ സമയം. ഇപ്പോഴത്തെ ഒരു ഗതാഗത സ്ഥിതി കൂടി കണക്കിലെടുപ്പോൾ 2 മണിക്കൂറോളം സമയം വേണ്ടി വരും. 2.5 മണിക്കൂറോളം സമയം എന്തായാലും വേണ്ടി വരും. പ്രായോഗികമായി ഇന്ന് അത് നടക്കാൻ സാധ്യതയില്ല. നേരത്തെ ചെയ്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ നടപടിക്രമങ്ങളിലേക്ക് ആര്യ ചോദ്യം ഒന്നും കൂടെ. നിങ്ങൾ രണ്ടുപേരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എപ്പോഴാണ് പുറപ്പെട്ടത്? നമ്മൾ 5:45-നാണ് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടത്. ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിലെത്തി. അതുവരെ അവിടെ നിന്നും പുറപ്പെട്ടിട്ടില്ല, ഡോക്യുമെന്റ് പോയിട്ടില്ല. അതായത് ഒരു 15 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിലെത്തിയത്. അതുവരെയും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അൻവറിന്റെ അനുയായികളോ DMKയോ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രായോഗികമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറോളം തവനൂരിലേക്ക് എത്താൻ എന്തായാലും വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാധ്യത വളരെയധികം കുറവ് എന്ന് തന്നെ, സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ ആവുന്ന ഒരു ഘട്ടം തന്നെയാണ് ആര്യ. ശരി, ഞാൻ ഷഹീദിലേക്കും അരുണിലേക്കും തിരിച്ചു വരാം. CK, നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അതായത് 15 മിനിറ്റ് മുൻപ് 5:45 വരെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഏകദേശം 2 മണിക്കൂർ ഗതാഗതം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ ഇന്ന് അൻവർ ജയിലിൽ ഒരുപക്ഷെ കഴിയേണ്ടി വരും.
അതെ, ഇന്നുകൂടെ കഴിയേണ്ടി വരും എന്നാണ് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. മാത്രമല്ല ആര്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ഇവിടെ പാർട്ടി പ്രവർത്തകർ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അത്. അതായത് നിലമ്പൂർ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ കറണ്ടില്ല, അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നും അതുകൊണ്ട് തന്നെ ബോണ്ട് എടുക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് പകർപ്പുകൾ എടുക്കുക എന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് അവിടെ ഇവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ ബോണ്ട് എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം വൈദ്യുതി വിച്ഛേദിച്ചതാണ് എന്ന രീതിയിലടക്കം ഇവിടെ നിന്നും പാർട്ടി DMKയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അൻവറിന്റെ അനുയായികളെല്ലാം തന്നെ സംസാരിക്കുന്നത് കൂടി നമുക്ക് ഇവിടെ കേൾക്കാം. അറിഞ്ഞതിനു ശേഷമാണോ നഗരസഭയിൽ കറണ്ട് പോയത്? അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു പ്രതികാരം ചെയ്തതാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഇവർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ നമ്മൾക്ക് മുന്നിൽ മൈക്കിലോ ക്യാമറയ്ക്ക് മുന്നിലോ ഇത്തരം കാര്യങ്ങൾ തൽക്കാലം പറയാൻ തയ്യാറല്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ബോണ്ട് പ്രിന്റ് എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് രശീതുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയും പണം അടക്കുന്നതിന് വേണ്ടിയും ഒന്നും തന്നെ സാധിക്കില്ല. കാരണം ഇതെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിലൂടെ ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളാണ്. ഇതൊന്നും തന്നെ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് ഇത്തരം രേഖകൾ ഇവിടെ സമർപ്പിക്കാനേ കഴിയില്ല. അതായത് ആ രേഖകൾ ഉണ്ടാക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രായോഗികമായി ഇന്ന് അദ്ദേഹത്തെ പുറത്തിറക്കുക എന്നത് സാധ്യമല്ലാതാകും. ഒരുതരം വില കുറഞ്ഞ പ്രതികാരം കൂടി ഇതിൻ്റെ ഭാഗമായി ചിലർ നടത്തുന്നുണ്ട് എന്നൊരു സംശയം ഇവർ DMK പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നുണ്ട്.